ഹലോ. അപ്പോൾ നമ്മളിന്നൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനപ്പോൾ ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ പറമ്പലിൻ്റെ അവിടെയൊക്കെ പോയി നിന്നിങ്ങനെ ആസ്വദിക്കുകയാണ്. സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ അല്ലാണ്ടൊന്നും ഇങ്ങനെ പുറത്തിറങ്ങാറൊന്നുമില്ല കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേപ്പിലെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പുറത്തേക്ക് വരണമല്ലോ. അപ്പോൾ ഈ കൂട്ടത്തിൽ അതും കൂടെ നടക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെയും ഞാൻ പുറത്തോട്ട് വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോണ വഴിക്ക് ഒരു വേപ്പിലയും കൂടെ പറിച്ചിട്ട് പോയി. കാപ്പിയൊക്കെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ അപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഏട്ടൻ ഇന്നലെ രാത്രി ഒരു 10 മണിയായപ്പോഴാണ് വന്നത്. അപ്പോൾ ഞാൻ കടയൊന്നും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും കൂടെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തട്ടിക്കൂട്ടൊരു കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ കട അടച്ചില്ലെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ച് കടലയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് ഞാൻ അപ്പം തന്നെ കടലെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പം ഞാനൊരു തട്ടിക്കൂട്ട്, വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂവാണ്. ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഈ ഒരു കുറുമ നമുക്ക് ഇടിയപ്പത്തിനാണെങ്കിലും അപ്പത്തിനൊക്കെ ആണെങ്കിലും നമ്മൾക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ അപ്പത്തിന് ഒരു പറ്റുപറ്റി, എൻ്റെ അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നില്ല. കാരണം എനിക്ക് തോന്നിയത് എല്ലാം ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ അളവൊക്കെ എടുത്തത്. പിന്നെ എനിക്ക് മനസ്സിലാക്കിയത്, എനിക്കിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് പറ്റിയത്. ഞാൻ തേങ്ങ എടുത്തപ്പോഴേ ഓൾറെഡി കുറച്ച് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത്, അപ്പോൾ അതിൻ്റെ ആ ഒരു കറുത്ത കളറ് ബ്രൗൺ ഷെയ്ഡൊക്കെ ഇല്ലേ, ലാസ്റ്റത്തെ ഭാഗങ്ങളായിരിക്കുമല്ലോ നമ്മൾക്ക് കൂടുതൽ വരാം. ഞാൻ അങ്ങനത്തെ തേങ്ങ യൂസ് ചെയ്തിട്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണാനൊരു ഗുമ്മില്ലാത്ത പോലെ നമ്മൾക്ക് തോന്നും. അപ്പം എനിക്കിപ്പോൾ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു, അപ്പത്തിനൊക്കെ എടുക്കുമ്പം നല്ല ഫ്രഷായിട്ട് അപ്പം തന്നെ നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന തേങ്ങ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഒരു ഇതെനിക്ക് അത്ര നല്ല അപ്പമായിട്ട് എനിക്ക് വന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് 2 വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചു. ഇതിൻ്റെ കുറുമേൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല, സാധാ പോലെയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് സംഭവം. അപ്പം ഒരു 2 വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചു. പിന്നെ നമ്മൾക്ക് കുറുമയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ വേണമല്ലോ, അപ്പം ഞാൻ തേങ്ങ ചിരണ്ടുമായിരുന്നു. അപ്പോൾ ഈ തേങ്ങ എടുത്താൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങ ചിരണ്ടിയിട്ടില്ല, ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം വേറെ കുറച്ച് പകുതി ഇരിക്കുന്നുണ്ടല്ലോ, അത് തീർക്കാമെന്ന് ഓർത്തിട്ടാണ് അത് അപ്പത്തിനെടുത്ത്. അപ്പം അപ്പം പാളിപ്പോയി. നമുക്ക് കാണാനൊരു ഗുമ്മ് വരില്ല, ആ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരുമ്പോൾ ഈ അപ്പം നമ്മൾ ചുട്ട് കഴിയുമ്പോഴും നമ്മൾക്ക് കുത്തായിട്ടൊരു ബ്രൗൺ കളർ കാണും. അപ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ല, ആ ഒരു ടെക്സ്ചർ തന്നെ അങ്ങ് മാറിപ്പോകുമ്പോൾ നമുക്കൊരു ടേസ്റ്റും നമുക്ക് അങ്ങനെ തോന്നില്ല. അപ്പം അങ്ങനെ മനസ്സോടെ ഞാൻ തേങ്ങ ചിരണ്ടുകയാണ്. കാരണം തേങ്ങ ചിരണ്ടുക എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി. പിന്നെ അതിൽ കുറച്ച് മസാലാസൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി മുതലായ മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിക്കണമായിരുന്നു, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണമായിരുന്നു. പിന്നെ ഇതിൽ ശരിക്കും മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും. കശുവണ്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, പക്ഷേ എനിക്ക് മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കശുവണ്ടി ഒന്നും എടുത്തില്ല. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ ഇപ്പോൾ ആവശ്യമുള്ള മാവ് ഞാൻ മാറ്റി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചിരുന്നത് കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ വട്ടയപ്പം പോലെ ഇടാമെന്ന്. അപ്പം കുറച്ച് ബാക്കി വന്നു, പക്ഷേ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള അത്രയും ബാക്കി വന്നിട്ടില്ല. അപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. ഇനിയിപ്പം നമ്മൾ വേറൊരു അപ്പം ഉണ്ടാക്കുമ്പം അതും കൂടി ഇട്ടങ്ങ് അടിച്ചാൽ മതിയല്ലോ, അപ്പം അത്രയും ഈസ്റ്റ് കുറവ് മതിയല്ലോ. ഇപ്പം പണ്ട് മമ്മിയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ നമ്മൾ കള്ള് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കൂലേ, അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കള്ള് വെച്ചിട്ടുള്ള അപ്പം നിങ്ങൾ ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അങ്ങനെ വല്ലപ്പോഴൊക്കെ കള്ള് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കള്ള് വെച്ച് അപ്പം ഉണ്ടാക്കിയിട്ട് മാവ് ഒരു ഇത്തിരി മാറ്റി വെക്കും. പിന്നെ ആ മാവ് വെച്ചിട്ടാണ് ഒഴിച്ച് പുളിപ്പിച്ച് അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കള്ളൊന്നും കിട്ടാനൊന്നുമില്ല, ഇപ്പം എല്ലാവരും ഈസ്റ്റൊക്കെ തന്നെ യൂസ് ആക്കണേന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കള്ളൊക്കെ വെച്ചിട്ട് ഇപ്പം ഉണ്ടാക്കണ്ടോയെന്ന് അറിയില്ല. ഈ പ്രദേശത്ത് ഇപ്പം എന്തായാലും ആ സാധനം കിട്ടണമില്ല, അപ്പം അങ്ങനെ അത് വെച്ചിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. കള്ള് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. വട്ടയപ്പം ആയാലും അപ്പാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അരപ്പൊക്കെ ചേർത്തു. പിന്നെ ഞാൻ ഇന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടിപ്പ് എനിക്ക് നമ്മുടെ വീണാസ് കറി വേൾഡില്ലേ, ആ ഒരു ചേച്ചിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. സത്യമായിട്ടും നമ്മൾ കറികളിലൊക്കെ ഒരു നുള്ള് നമ്മൾ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലഹാരം ഉണ്ടാക്കുമ്പോൾ ഉപ്പിടില്ലേ,
അതേപോലെ ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു നുള്ള് മധുരം, ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്കതിൽ കിട്ടുക. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയൊന്നും ഇല്ലാത്തതാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർത്തു. ഇപ്പം സീറോ ഓയിൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഡിഷാണ് ഈ സംഭവം. കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വെളിച്ചെണ്ണയുടെ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിൽ ഒരു തുള്ളി പോലും വെളിച്ചെണ്ണയുടെ ആവശ്യം ഈ ഒരു കുറുമയിൽ വരണില്ല. അപ്പം അങ്ങനെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യുകയാണ്. പക്ഷേ എല്ലാ കറിയിലും ഒരിച്ചിരി വെളിച്ചെണ്ണമയം കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനവുമില്ല. ഭയങ്കര അൺഹെൽത്തിയാണ് അത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തു കേട്ടോ. അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് സംഭവങ്ങളാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ മഴ ചാറിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഈ സമയത്തേക്ക് എനിക്ക് തോന്നുന്നു നല്ല ഇടിവെട്ടും ഉണ്ടായിരുന്നു. ഇടിവെട്ടിയാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. ഒരു ഉച്ച വരെ, ഉച്ചയല്ല, ഏട്ടൻ ഒരു 10 മണിക്കാണ് പോയത്. ഒരു 11-12 മണി വരെ ഇവിടെ നല്ല രീതിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴാണ് മഴയൊക്കെ മാറിയത്. അപ്പോൾ ഞാൻ ഈ അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ വെള്ളം പറ്റിക്കണമെന്ന് തോന്നിയിട്ട് അടുപ്പ് മാറ്റി അപ്പുറം അങ്ങനെ അപ്പം ചൂടാനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ സാധാരണ എൻ്റെ അപ്പം ഏട്ടന് ഇഷ്ടമാണ്. ഇന്നത്തെ അപ്പം ഏട്ടനും പറഞ്ഞു അത്ര കണ്ട് അങ്ങ് പറ്റിയില്ല എന്ന്. അത് എനിക്കും തോന്നിയിട്ട് ഏട്ടൻ ഇങ്ങോട്ട് പറയല്ല, ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, വലിയ രീതിക്ക് അങ്ങ് പിടിച്ചില്ല. ഒരു തേങ്ങ കാരണമാണ് എൻ്റെ ഇന്നത്തെ അപ്പം ഫ്ലോപ്പായി പോയത്. അപ്പം അങ്ങനെ അപ്പമൊക്കെ ചുട്ടു. എന്നിട്ട് പിന്നെ 8 മണിയായപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. കാരണം ഏട്ടന് 10 മണിയാകുമ്പം പോകണം. പിന്നെ നമുക്ക് 2-3 ദിവസം കഴിയുമ്പം കല്യാണമുണ്ട്. അപ്പോൾ അതിന് ഞങ്ങളുടെ വക ഒരു ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോണതിന് മുന്നേ അല്ലെങ്കിൽ വന്നതിന് ശേഷം കുറച്ച് സമയമാണ് നമ്മളത് കളിച്ചു നോക്കണേ. വലിയ ഡാൻസ് മാസ്റ്റേഴ്സൊന്നും അല്ലെങ്കിലും കളിക്കുമ്പോൾ ഇച്ചിരി മെനക്ക് കളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എത്ര രാത്രി വൈകി ഉറങ്ങിയാലും ഞാൻ 8 മണിയാകുമ്പോൾ വിളിക്കും, ഭക്ഷണം കഴിച്ചിട്ട് പോണ വരെ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഏട്ടനെ ഞാൻ വിളിച്ച് എണീപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെ തീറ്റയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ പിന്നെ ചായ കുടിക്കണ വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ടതേ ഞാനിപ്പോൾ ബാക്കോട്ട് നോക്കുന്നതിൻ്റെ കാരണം പുറത്ത് നല്ല മഴയുണ്ട്. അതിനിടയ്ക്ക് ഡാൻസ് പഠിത്തവും അതിൻ്റെ വിശ്രമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചക്കലത്തേക്ക് പരിപ്പും തക്കാളിയും അതുപോലെ തന്നെ ഈ ഒരു പാവങ്ങയും കൂടെ വറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഏട്ടൻ പോണതിന് മുന്നേ തന്നെ ഞാൻ തുടങ്ങി ഡാൻസൊക്കെ പഠിച്ച് കുറച്ച് നേരം ഒന്ന് അണച്ച് പണ്ടാരടങ്ങി പട്ടീനെ പോലെ കിതച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ചെയ്യാൻ പോയി. അപ്പം ഞാൻ കുറച്ചധികം പരിപ്പൊക്കെ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾക്കിപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി വരെ നമുക്ക് ആ മന്തി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നോൺ വെജൊക്കെ പണ്ടാരടങ്ങി മടുത്തു. അപ്പം ഇന്ന് രാത്രിയും കൂടെ ഇത് കഴിക്കാമെന്നുള്ള രീതിക്ക് ഞാൻ 2 നേരത്തേക്കുമായിട്ട് കുറച്ചധികം ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഭയങ്കര ചെറിയതായിട്ടുള്ള ഒരിതാണ്, പരിപ്പാണ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ വേവ് കൂടുതലാണ്. സാധാ പരിപ്പൊക്കെ ആണെങ്കിൽ ഒരു വിസിലിൽ നന്നായിട്ട് വേവ് വരുന്നു. ഈ പരിപ്പ് ഞാൻ പറഞ്ഞില്ലേ അന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും നോക്കാണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഭയങ്കര കുഞ്ഞായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇത് ഒരു വിസിലൊന്നും വേവില്ല. ഒരു വിസിലായാലും നല്ല പാറക്കഷ്ണം പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 വിസിൽ കേൾപ്പിച്ചു. 3 വിസിൽ കേൾപ്പിക്കുമ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ട് വെന്തുടയൊന്നുമില്ല. നമുക്കൊരു കടിക്കാൻ കിട്ടുന്ന പാകത്തിനൊക്കെ ആവുള്ളൂ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, ഒന്നുമില്ല. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാനിപ്പം ഒരു തക്കാളി എടുക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞിട്ടു അതിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വേപ്പിലയും ഉപ്പും വെള്ളവും കൂടെ ഒഴിപ്പിച്ചിട്ട് ഞാനൊരു 3 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. പിന്നെ ചില സമയത്ത് ഞാൻ മറ്റേ പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞാൻ ഇടാറുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ മറ്റേ ഇതൊക്കെ വഴറ്റണ സമയത്ത് പൊടികൾ ഇടുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടാം. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് വെള്ളവും പരിപ്പും തക്കാളിയും വേപ്പിലയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ ഒരു 3 വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അപ്പം തന്നെ ഞാൻ നമ്മളുടെ പാവയ്ക്കയും കൂടെ അരിയാന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് തൂത്തിട്ടു. എനിക്ക് ആ സ്ലാബിൽ വെള്ളം കിടക്കണ കാണാൻ എനിക്കിഷ്ടമല്ല. എനിക്ക് എപ്പോഴും അത് ഡ്രൈ ആയി കിടക്കണം. അത് ഈവൻ ബാത്റൂമിൻ്റെ തറയാണെങ്കിൽ അങ്ങനെയാണ്. എനിക്ക് വെള്ളം കിടക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ പോകാൻ തോന്നില്ല.
മറ്റേ ഫ്ലോർ എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതിൻ്റെ കുരു സംഭവങ്ങളൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ. നല്ല വട്ടത്തിൽ ഞാനിങ്ങനെ അങ്ങ് അരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പാവയ്ക്ക ഇവിടെ ഞാൻ അല്ലാണ്ട് വെക്കൂലേ, നമ്മളിപ്പം ചാറായിട്ട് വെക്കണത് തീയിൽ വെച്ചാലും നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് ഒലത്തൊക്കെ ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ചെയ്താലും എനിക്കും ഏട്ടന് ഈ സാധനം കണ്ണിന് നേരെ കണ്ടുകൂടാ. ആകെക്കൂടെ പാവയ്ക്ക കഴിക്കാതെ ഇതുപോലെ വറുത്ത് കഴിക്കുമ്പോഴാണ്. വേറൊന്നുമല്ല, അതിൻ്റെ കയ്പ്പാണ് അതിൻ്റെ കാരണം. ഇങ്ങനെ വറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കയ്പ്പ് അറിയില്ലല്ലോ. പിന്നെ ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പാവയ്ക്കേൻ്റെ ഉപ്പ് മാറാൻ വേണ്ടി, ഉപ്പല്ലല്ല കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട് പുളിയുടെ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു തവണ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് പേഴ്സണലി കയ്പ്പിൽ വലിയ കുറവ് വരുന്ന രീതിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഇനി അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, എനിക്കങ്ങനെ ഇതാക്കിയില്ല. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് കഴുകി, അതിൻ്റെ കുരും സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിച്ചപ്പോഴാണ്, സാധാരണ ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് വറക്കാറ്. ഇതിപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു ചേച്ചി ഇങ്ങനെ ചെയ്യണ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞില്ല. എന്തായാലും എളുപ്പപ്പണിയാണല്ലോ. പക്ഷെ കുരു വറക്കുമ്പോൾ രസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നമ്മുടെ സാധാ മസാലകൾ ഞാനിപ്പോൾ അങ്ങനെ നോക്കാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് കുക്കർ നേരാവണ്ണം അടിക്കുന്നുണ്ടായിരുന്നില്ല. ഷൂ 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 എന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുക്കർ ചവറായി എന്ന് തോന്നുന്നു. പിന്നെ നമ്മളുടെ ഇതിനുള്ളിലേക്ക് നമ്മൾ മസാലകൾ, വേറെ മസാലകളൊന്നുമില്ല, ഉപ്പിടും, മഞ്ഞൾപ്പൊടി ഇടും, മുളക് പൊടി ഇടും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം വെച്ചു. ഞാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു 10:30 എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണണേക്കാട്ടിലും മുന്നേ ഒരു 11:30 ആകുമ്പോഴത്തേക്കും വറക്കാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഒറ്റ ഫ്ലോയിലങ്ങ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ. പിന്നെ തിന്നാൻ മാത്രം അടുക്കളയിൽ കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റേ പരിപ്പ് കറീൻ്റെ സംഭവങ്ങളൊക്കെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതും കൂടെ വറുത്തു. പിന്നെ ഞാൻ ഓയിലാട്ടോ വറുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണയ്ക്ക് പൈസ കൂടുതലായതുകൊണ്ട് വറക്കാനും പൊരിക്കാനും ഓയിലാണ് യൂസ് ആക്കണേന്ന്. അപ്പം ഞാൻ ഓയിലാണ് വറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരുമുന്ന സമയത്ത് ഞാൻ കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണയിൽ വറക്കുന്ന ടേസ്റ്റൊന്നും നമ്മൾക്കിത് കിട്ടൂല. പിന്നെ നമ്മൾ കഴിച്ച് അതങ്ങ് ശീലമായിക്കോളും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പരിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും കൂടി എടുത്തു. ഇത് രണ്ടും കൂടെ ഭയങ്കര നൈസായിട്ട് കുരുന്ന് അരിഞ്ഞു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് വാട്ടിയിട്ട് പരിപാടികൾ ചെയ്യാം. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കുരു എങ്ങനെ നീളത്തിൽ വേണമെങ്കിൽ അരിയാം, കുരുന്ന് അറിയാം. പക്ഷേ കുരുന്ന് അറിയുമ്പോൾ ശരിക്കും നമ്മൾക്ക് നമ്മുടെ ചുവന്നുള്ളീൻ്റെ ഒരു ഇത് വരുമല്ലോ. ചുവന്നുള്ളി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ വലിയ ഉള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏട്ടൻ അപ്പോഴത്തേക്കും റെഡിയായിട്ടൊക്കെ നിൽക്കണ്ടായിരുന്നു. പിന്നെ മഴ തോരാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുമായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. ഇടിവെട്ടിയാണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. ഏട്ടൻ 10 മണിക്കൊക്കെ റെഡിയായിട്ട് ഒരു 10:15 ആയപ്പോഴാണ് പോയത്. പിന്നെ അധികം നേരം നിൽക്കാൻ പറ്റില്ലല്ലോ, 11 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. പിന്നെ മഴ ഒന്ന് ശാന്തമായി കഴിഞ്ഞപ്പം ഏട്ടൻ്റെ 100 രൂപ കൂട്ടിയിട്ടിട്ട് ഏട്ടൻ പോയി. അതിനോട് കൂട്ട് മേടിക്കാൻ പറഞ്ഞിട്ട് മേടിക്കണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഏതൊരു ദിവസം മഴയിൽ പെട്ട് കഴിഞ്ഞപ്പം പാർപ്പുറത്തുനിന്ന് ഏതോ ഒരു കടയിൽ മേടിച്ചതാണ്. അങ്ങനെ ഏട്ടൻ പോയി. ഇനിയിപ്പം രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏട്ടൻ വരും. പിന്നെ ഞാൻ വന്ന് നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ സംഭവമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് അതിൻ്റെ മസാലയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് പോയി. മസാല ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുക് വേണ്ടവർക്കുണ്ടെങ്കിൽ കടുക് ഇടാം. പിന്നെ ഞാൻ നമ്മളുടെ സവാളയും വെളുത്തുള്ളിയും കുരുന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ പരിപ്പും തക്കാളി മിക്സും ഇതിനുള്ളിലേക്ക് തട്ടാം. അത്രയേ ഉള്ളൂ. എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ നമ്മുടെ ഉണക്കമീൻ വറുത്തതുണ്ടെങ്കിൽ എൻ്റെ പൊന്നേ അപാര കോമ്പിനേഷനാണ്. പിന്നെ ഒട്ടും സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സ്റ്റവിൽ ഇത് വെച്ചിട്ട് നമ്മുടെ പാവയ്ക്കയും കൂടെ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഓയിലിലാണ് കേട്ടോ ഞാൻ വറുക്കുന്നത്. ഞാൻ ആ കുപ്പിയിൽ നിന്ന് ഓയിലെടുത്ത് ഒഴിച്ചപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു സ്പൂൺ ഓയിലും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങ് അതിനുള്ളിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും പറയും നമ്മളിങ്ങനെ ഒരു തവണ എന്തെങ്കിലും സാധനം വറുത്തിട്ട് ആ ഓയിൽ പിന്നെയും യൂസ് ചെയ്ത് കഴിഞ്ഞത് ചീത്തയാണെന്നുള്ളത്. അതേ ചീത്തയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഇപ്പം ഈ ഒരു പാവയ്ക്ക് ഞാൻ വറുത്ത് കഴിഞ്ഞപ്പം ആ ഒരു എണ്ണ നല്ല രീതിക്ക് കറുത്തു. അപ്പം ഞാൻ അങ്ങനെ യൂസ് ആക്കില്ല.
പക്ഷേ ആ ഒരു എണ്ണയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ട് ഇല്ല. അതായത് കാഴ്ചയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് യൂസ് ആക്കാറുണ്ട്. എനിക്കറിയാം പൊട്ടിയാണെന്ന്, പക്ഷേ എന്തോ നമ്മൾ മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ മിക്കവരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സംഭവത്തിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ ഞാനത് പോയി അങ്ങ് തിരിച്ച് അതിനുള്ളിലേക്ക് ഞാൻ ഒഴിച്ചു വന്നിട്ട്. എനിക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ എന്താ പറയുക, ഇത് ഞാൻ ഒരു രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ട് എനിക്ക് കണ്ടീഷണറും ഫേസ് വാഷും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു സെറ്റ് സത്യം പറഞ്ഞാൽ കരിഞ്ഞ് പണ്ടാറായി പോയി. എന്നിട്ട് അതെനിക്ക് കാട്ടിക്കളയേണ്ടി വന്നു. ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യാൻ നോക്കിയിരുന്ന ആ ഒരു ഫ്ലോയിൽ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കാര്യം മറന്നുപോയി. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്താണെന്നറിയും, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ, നൈക്ക ഈ മുതലായിട്ടുള്ള സൈറ്റുകളിൽ ഇങ്ങനെ കയറിയിട്ട് ഓരോന്ന് കയറി ഞാനിങ്ങനെ കാട്ടിലിട്ട് വെക്കും. എന്നിട്ട് വേറെ എന്തെങ്കിലും സാധനം ഒറിജിനലായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പൈസ ഇല്ലെങ്കിലും ചുമ്മാ ഇതിനുള്ളിലൊക്കെ കയറിയിട്ട് ഓരോന്നിങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ കാർട്ടിലെടുത്തിടും, ചിലപ്പോൾ വിഷ് ലിസ്റ്റിലെടുത്തിടും. എൻ്റെ ഈ ആപ്പുകളിലൊക്കെ എത്ര സെക്ഷൻ വിഷ് ലിസ്റ്റാണ് ഉള്ളതെന്നറിയും. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനങ്ങൾ ചുമ്മാ ഇങ്ങനെ നോക്കിയിരുന്നിട്ട്. എനിക്ക് പുറത്ത് പോയിട്ട് കടയിൽ പോയി ഷോപ്പിംഗ് ചെയ്യണേക്കാട്ടിലും എനിക്കിഷ്ടം ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഒന്നാമത്തത് നമ്മുടെ സമയം ലാഭം, കുറേ വെറൈറ്റീസ് ഉണ്ട്, പൈസ കുറവ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ജോലിക്ക് കയറി അതിന് ശേഷം ഒരു 2017-18 മുതൽ ഞാൻ മിക്കതും കൂടുതലും ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. എൻ്റെ കല്യാണത്തിന് ഉള്ള ചെരുപ്പും അതുപോലെ തന്നെ മറ്റേ എൻഗേജ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് വരെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച്. അന്ന് ഞാൻ ഫ്ലിപ്കാർട്ട്, എന്നെ പണ്ട് നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്നെ ഓർഡർ ചെയ്യുന്നതിൻ്റെ ആ ഒരു ത്വര കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സാറിനെ ആമസോണിൻ്റെ കുഞ്ഞെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം ഞാൻ ഷോപ്പ് ചെയ്യുമായിരുന്നു ഓൺലൈനിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ പരിപ്പും അങ്ങനെ ഞാൻ എനിക്ക് ഉപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് എത്ര ഉപ്പ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണില്ല ഉപ്പുണ്ടോ എന്ന്. എനിക്കെന്തോ വല്ല അസുഖം ഉണ്ടെന്നാണ് തോന്നുന്നത്. ചില ദിവസങ്ങൾ അങ്ങനെ നോക്കി ചില ഉപ്പൊക്കെ കൂടിപ്പോവും. പക്ഷേ ഇന്ന് പക്കയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. വേറെ ഒന്നുമില്ലെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ അവിടെ വറുത്ത് കോരി, രണ്ടാമത്തത് വറുത്ത് കോരി, ഇനിയും എനിക്ക് വറുത്ത് കോരാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഞാനിന്ന് വേറെ ക്ലീനിങ്ങും സംഭവങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം നമ്മൾക്ക് ഇനിയിപ്പം 2-3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കല്യാണമാണ്. അപ്പം ഞങ്ങളൊരു ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് പ്രാക്ടീസിലായിരുന്നു. വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. എന്താ പറയുക, റെഗുലറായിട്ട് അങ്ങനെ കളിക്കാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കളിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡാവൂലേ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ചോറൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ നമ്മൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല, അതും തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ അപ്പോഴും പുറത്തോട്ട് നോക്കുമ്പോൾ അപ്പോഴും സ്റ്റിൽ നല്ല മഴയായിരുന്നു. ഒരു 12-12:30 വരെ മഴയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു 12:30 ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് നമ്മളുടെ ഭക്ഷണം. അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കിടു കോമ്പിനേഷനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.